എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ മനസ്സുകളെ നൊമ്പരപ്പെടുത്തിയ ഒരു കുഞ്ഞു ബാലൻ്റെ ചിത്രം നമ്മുടെ മനസ്സുകളിൽ ഇപ്പോഴും ഉണ്ടാകും. സ്വന്തം അമ്മയും അമ്മയുടെ കാമുകനും മൃഗീയമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഒരു 1.5 വയസ്സുകാരൻ്റെ ചിത്രം. 2 കൈകളിലും ബാൻഡേജ് ചുറ്റി സ്വന്തം അമ്മ എടുത്തു നിൽക്കുന്ന ഒരു ചിത്രം. കാമുകൻ കൈകൾ തല്ലിയൊടിക്കുകയും സിഗരറ്റ് കുറ്റി കൊണ്ട് പൊള്ളിപ്പിക്കുകയും മാരകമായി പീഡിപ്പിക്കുകയുമൊക്കെ ചെയ്ത് കൊന്നുകളഞ്ഞ ഒരു കുഞ്ഞിൻ്റെ ചിത്രം. നമ്മുടെ മനസ്സുകളിൽ അത് മാഞ്ഞു പോയിട്ടില്ല. ആ ചിത്രം ഒരിക്കൽ കൂടി കാണിക്കാൻ എനിക്കും മനസ്സ് വരുന്നില്ല. കാരണം അതൊരിക്കൽ കൂടി കാണാനുള്ള ധൈര്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകില്ല എന്നെനിക്കറിയാം. പലപ്പോഴും ആ കുഞ്ഞിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പലരും പ്രാർത്ഥിച്ചു. ആ മനോരോഗിയായ കാമുകനോട് പലർക്കും അമർഷവും നീരസവും പ്രതികാര ബുദ്ധിയുമൊക്കെ തോന്നി. പക്ഷെ പലരും അതിനെയൊക്കെ കടിച്ചമർത്തി പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞു. ഞങ്ങൾ സുഹൃത്തുക്കൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ 2 കുഞ്ഞുങ്ങളുടെ അമ്മയായ ഒരു സ്ത്രീ പറഞ്ഞു, ആ കുഞ്ഞിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ദൈവത്തോട് ഞാൻ കരഞ്ഞു പറയുന്നത്, ആ കുഞ്ഞിന് ഇനിയൊരു ജന്മം നീ നൽകണം. അവനെ രാജകുമാരനെ പോലെ നോക്കുന്ന മാതാപിതാക്കളെ അവന് നൽകണം. ഒരു രാജാവിനെ പോലെ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി ജീവിക്കാൻ അവന് നീ അവസരം നൽകണം. എന്നാൽ മാത്രമേ ആ കുഞ്ഞിന് ആത്മാവിന് നിത്യശാന്തി ലഭിക്കുകയുള്ളൂ. ആ അമ്മയുടെ പ്രാർത്ഥന, ഹൃദയത്തിൽ തൊട്ടുള്ള ആ പ്രാർത്ഥന, അത് എനിക്കും ഒരു ചിന്തയ്ക്ക് കാരണമായി. തീർച്ചയായും ആ കുഞ്ഞുമകൻ എത്രയോ വേദനകൾ സഹിച്ചാണ് അവൻ ഈ ചെറുപ്പത്തിൽ തന്നെ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞത്. നൊന്തു പ്രസവിച്ചു എന്ന് പറയുന്ന അമ്മയും അമ്മയുടെ അല്പസുഖത്തിനു വേണ്ടി ആശ്രയിച്ച കാമുകനും ആ മകന് കാലന്മാരെ മാറി. അവനെ തീരാദുഃഖത്തിലേക്കും വേദനയിലേക്കും അവസാനം മരണത്തിലേക്കും തള്ളിയിട്ടു. ഇങ്ങനെ വേദനയോടെ പിടയുന്ന, പീഡനം അനുഭവിക്കുന്ന ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിലുണ്ടാകാം. അവരെ നമുക്ക് ചേർത്ത് പിടിക്കണം. കുഞ്ഞുങ്ങൾ ഈ ലോകത്തിന് നഷ്ടപ്പെട്ടുകൂടാ. അവരെ രാജാക്കന്മാരെ പോലെ ജീവിക്കാൻ, പരിചരിച്ച് വളർത്താൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും കുഞ്ഞുങ്ങളോടുള്ള സ്നേഹത്തിൽ കൂടുതൽ വളരാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.